ഹലോ. എനിക്ക് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഇതിനകത്ത് എല്ലാം കൂടെ കിടന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ നോക്കേണ്ടത് ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ വെർഷൻസ് പഠിക്കുക. വെർഷൻസ് എന്ന് പറയുമ്പോൾ വിൻഡോസ് എൻ ടി ഉണ്ട്. ഇപ്പോൾ എം എസ് എന്താണ്, മൈക്രോസോഫ്റ്റ് ആണ്. പിന്നെ വിൻഡോസ് എൻ ടി ഉണ്ട്. അപ്പോൾ എൻ ടി എന്താണെന്ന് നോക്കുക. ബട്ട് പഠിക്കുന്നെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഇയർ മാത്രം നോക്കി വെച്ചേക്കുക. അതും പഠിക്കാൻ പറ്റിയ പഠിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ക്യൂസിനകത്ത് വരുമ്പോൾ ഏതെങ്കിലും ക്യൂസിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതും മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കിയിരുന്നാൽ മതി. ഇപ്പോൾ അതിനകത്തിപ്പം എൻ ടി ഒന്നും ഞാൻ പറയത്തില്ല. അപ്പോൾ എൻ ടി ഓക്കെ, എൻ ടി ഉണ്ട്, ന്യൂ ടെക്നോളജിയാണ്. പിന്നെന്താണ് 95. ഈ 95 നോക്കി വെച്ചാൽ നല്ലതാണ്. 95 ഒരു പോപ്പുലർ വെർഷനായിരുന്നു. ഈ 95, 98 ഓക്കെ, അതിൻ്റെ വർഷം 95 എന്ന് പറയുമ്പോൾ 1995-ലും 98 എന്ന് പറയുമ്പോഴത്തേക്ക് 1998-ലും ഓക്കെ, കൺഫ്യൂഷൻ ആവാണ്ടിരുന്നാൽ മതി. പിന്നെന്താണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സംഭവം എന്തായിരുന്നു, വിൻഡോസ് ME ആയിരുന്നു, മില്ലേനിയം എഡിഷൻ. മില്ലേനിയം 2000-ലാണ്. അപ്പം മില്ലേനിയം എന്ന് പറയുമ്പോൾ 2000-ൽ വരുന്നതാണ്. പെട്ടെന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഇത് പഠിക്കണം. ഇതൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത്. 2001 വിൻഡോസ് XP ഏത് വർഷമാണ് വരുന്നതെന്നുള്ളത്. വിൻഡോസ് XP 2001 വരുന്നത്. 2 വർഷം ഉണ്ടായിരുന്നു. ഹോം എഡിഷനുണ്ട്, പ്രൊഫഷണൽ എഡിഷനും ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് വിൻഡോസ് വിസ്റ്റയാണ്. അത് ഓർഡർ തെറ്റരുത്. വിൻഡോസ് XP കഴിഞ്ഞിട്ടാണ് വിൻഡോസ് വിസ്റ്റ വരുന്നത്. 2007-ലാണ് വരുന്നത്. ഇതും വർഷം പഠിക്കുക ആവശ്യമുണ്ട്. പിന്നെ വരുന്നത് ഏതാണ്, വിൻഡോസ് 7 ആണ്. അതും വർഷം പഠിക്കുക. വിൻഡോസ് 7 ആൻഡ് അത്യാവശ്യം നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട 2 വർഷം എന്ന് വെച്ചാൽ XP അടിപൊളിയായിരുന്നു. പിന്നെ വിൻഡോസ് 7, ഇത് രണ്ടും നല്ല സ്റ്റേബിൾ വെർഷൻ ഇതായിരുന്നു. അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ 8 വന്നു, 10 വന്ന്, മീൻസ് വിൻഡോസ് 8 പിന്നെ 8.1 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നല്ല സ്റ്റേബിളായിട്ട് ഒരുപാട് ഇപ്പോൾ 2009 തൊട്ട് ഈവൻ ഇപ്പോൾ 2023 വരെയും എന്ത് തന്നെയായിരുന്നു, വിൻഡോസ് 7 ആണ് ഇപ്പോഴും മിക്ക കമ്പ്യൂട്ടറിൽ. ഇവൻ ഇപ്പോഴും കളയാത്തവരുണ്ട്. ബട്ട് ഇവന്മാർ ഇതിൻ്റെ ഇത് നിർത്തി, സർവീസും കാര്യങ്ങളും എല്ലാം നിർത്തി. വിൻഡോസ് 7 കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട്. കാരണം ഈ 7 കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് അത്യാവശ്യം സ്റ്റേബിൾ ഒരു വെർഷൻ നല്ലോണം കിട്ടിയത് വിൻഡോസ് 10 അത്യാവശ്യം ബെറ്റർ ആയൊരു സാധനം. അതുകൊണ്ട് വിൻഡോസ് 10 സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് ബാക്കി ഇതിന് മുമ്പുള്ള എല്ലാ വെർഷനും സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ എല്ലാം. അത് കാരണമാണ് ഇപ്പോൾ അതിന് മുമ്പത്തെ ഇപ്പോൾ 10 അല്ലാതെ ഇപ്പോൾ എൻ്റെ 8.8 ആണോ 8.1 കണ്ടാണ്. അപ്പോൾ അത് കാരണം എന്താണ്, ഇപ്പം കയറി കഴിഞ്ഞാൽ എന്തുണ്ട്, ഒരു ഗൂഗിൾ ക്രോമിൽ കയറി കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാൻ പറയും. എപ്പോൾ കയറിയ സാധനമാണ്. കാരണം ഇതിൻ്റെ എല്ലാം കാലാവധി കഴിഞ്ഞു. വിൻഡോസ് മാറ്റാൻ പറയും. ആൻഡ് അപ്പോൾ പിന്നെന്താ വരുന്നത്, അപ്പോൾ വിൻഡോസ് 7 വരുന്നുണ്ട്. വിൻഡോസ് 7 2009-ലാണ്. വിൻഡോസ് വിസ്റ്റ ഏതാണ്, 2007-ലാണ്. ഈ 7 കൂടെ ഒന്നും തിരിയരുത്. വിൻഡോസ് വിസ്റ്റയാണ് 2007. വിൻഡോസ് 7 എന്ന് പറയുമ്പോൾ 2009-ആണ്. പിന്നെ വിൻഡോസ് 8 വന്നു, ചവർ സാധനമായിരുന്നു. പിന്നെ വിൻഡോസ് 10 വന്നു, സ്റ്റേബിളായിരുന്നു. 2015 വന്നതാണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഏതാണ്, വിൻഡോസ് 11 ആണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് ഉണ്ട്. ഡെസ്ക്ടോപ്പ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് വരുന്ന സാധനം എന്തായിരിക്കും, ഡെസ്ക്ടോപ്പ് ആയിരിക്കും അല്ലേ, ഡെസ്ക്ടോപ്പ് ആയിരിക്കും. ഡെസ്ക്ടോപ്പിൽ പിന്നെ എന്തുകൊണ്ട് ഇട്ടേക്കുന്ന പടത്തിന് നമ്മൾ എന്ത് പറയും, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറയും. ഡെസ്ക്ടോപ്പിൽ ഇട്ടിരിക്കുന്ന പടത്തിന് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറയും. ഈ തന്നിരിക്കുന്ന ഓരോരോ സാധനത്തിന് നമ്മൾ ഐക്കൺസ് എന്ന് പറയും. ഐക്കൺസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഐക്കൺസ് ആണ്. പക്ഷേ ഇതെന്താണ്, ഒരു ആരോ മാർക്ക് കിടക്കുന്നുണ്ടോ, ആരോ മാർക്ക് ഇട്ടേക്കുന്നതെല്ലാം ഷോർട്ട് കട്ട്സ് ആണ്. ആരോ മാർക്ക് ഉണ്ടെങ്കിൽ അതെന്താണ്, ഷോർട്ട് കട്ട്സ് ആണ്. പിന്നെ അത് ഇവിടെ താഴെ എന്തുണ്ട്, ടാസ്ക് ബാർ ഉണ്ട്. ടാസ്ക് ബാറിനകത്താണ് എന്ത് വരുന്നത്, ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ നമ്മുടെ ഡേറ്റും ടൈമും കലണ്ടറൊക്കെ വരും. പിന്നെ സൗണ്ട്, ഇൻ്റർനെറ്റിൻ്റെത്, പിന്നെ എന്താണ്, പിന്നെ വേറെ അല്ലാണ്ട് ചില്ലറ സൗണ്ടിൻ്റെത്. അപ്പോൾ അതൊന്നും വേണ്ട, ഇത്രയും മതി. ഇത് 3 നോക്കിയാൽ മതി. അപ്പോൾ അതൊക്കെ വരുന്നത് എവിടെയാണ്, ടാസ്ക് ബാറിലാണ് വരുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്സിൻ്റെ ലിസ്റ്റൊക്കെ വരുന്നത് എവിടെയാണ്, ടാസ്ക് ബാറിൽ. പിന്നെ അവിടെ സ്റ്റാർട്ട് ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡെസ്ക്ടോപ്പിനകത്ത് വരുന്നത്. പിന്നെ വാൾപേപ്പർ എന്നാണ് അതിനെ പറയുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ പറയുന്ന പേര് വാൾപേപ്പർ എന്നാണ്. ആൻഡ് സ്മോൾ ആരോ എന്താണ്, കർസർ, നമ്മുടെ മൂവിങ് കർസർ ആയിരിക്കും. പിന്നെന്താണ്, ബാക്കി ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഐക്കൺ ഉണ്ട്. ഐക്കൺ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇമേജ് ഓഫ് അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഏതാണോ ആക്ച്വൽ പ്രോഗ്രാമിലേക്ക് ഓപ്പൺ ആവുന്നത്. ഐക്കൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു
ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഷോർട്ട് ഇമേജ്, ഒരു സ്മോൾ ഇമേജ് ഓഫ് എ പ്രോഗ്രാമിനാണ് ഐക്കൺ എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാം, ഇതിനെ എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ആൻഡ് പിന്നെന്താണ് പിന്നെ അതിനകത്ത് വരുന്ന കുറച്ച് ടേംസ് നമ്മുടെ എല്ലാ കമ്പ്യൂട്ടറിനകത്തും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് സാധനങ്ങളാണ്. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൈ പി സി എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ദിസ് പി സി എന്നൊക്കെ പറഞ്ഞൊക്കെ ആയിരിക്കും വരുന്നതാണ്. ഇവിടെ ദിസ് പി സി എന്നാണ് കിടക്കുന്നത്. ഓക്കെ, പണ്ടൊക്കെ മൈ കമ്പ്യൂട്ടർ ആയിരുന്നു. അപ്പോൾ ദിസ് പി സി എന്നൊക്കെ ആയിരിക്കും ഇപ്പോൾ വരുന്നത്. അതുണ്ട്. അതിനകത്താണ് എന്ത് വരുന്നത്, നമ്മുടെ മെയിനായിട്ട് ആക്സസ് എല്ലാ സാധനങ്ങളും വരുന്നതിനകത്താണ്. നമ്മുടെ ഓരോന്നിൽ ഹാർഡ് ഡിസ്ക് ഒക്കെ ഓപ്പൺ ആവുന്ന എവിടെയാണ്, നമ്മുടെ നമ്മുടെ ബാക്കി ഓരോ കറക്റ്റ് പാർട്ട് എന്തൊക്കെ ഉണ്ടെന്നും നമ്മൾ എന്തൊക്കെ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡ്രൈവ്, ഹാർഡ് ഡിസ്കുകൾ, ദെൻ നമ്മുടെ ഫോൾഡറുകളുണ്ട്, ഡെസ്ക്ടോപ്പ്, ഡോക്യുമെൻറ്റ്, ഡൗൺലോഡ്, ഇതെല്ലാം വരുന്ന എവിടെയാണ്, ആ ദിസ് പി സി എന്ന് പറയുന്ന സാധനത്തിനകത്താണ്. ഇത്രയും ഡീപ്പായിട്ടൊന്നും പോത്തൊന്നുമില്ല, കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ അറിയാമല്ലോ എല്ലാവർക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന CD ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ടാണ് അതൊക്കെ ആക്സസ് ചെയ്യുന്നത്. റീസൈക്കിൾ ബിൻ എന്ന് പറയുമ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം കൂടെ അതിനകത്ത് പോയിട്ടായിരിക്കും കിടക്കുന്നത്. ടാസ്ക് ബാർ ഉണ്ട്. ടാസ്ക് ബാർ എന്ന് പറയുന്നത് ഏറ്റവും ലോവർ മോസ്റ്റിൽ വരുന്ന ആ ഒരു നീണ്ട ബാറാണ് ടാസ്ക് ബാർ. ടാസ്ക് ബാറിന് ശരിക്കും പറഞ്ഞാൽ 3 പാർട്ടാണ് വരുന്നത്. സ്റ്റാർട്ട് ബട്ടൺ, മിഡിൽ സെക്ഷൻ, നോട്ടിഫിക്കേഷൻ ഏരിയ. ഇത് ഞാൻ പറഞ്ഞു, സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങേ അറ്റത്തുള്ളായിരുന്നു അല്ലേ, ഏതായിരുന്നു, ഇത് ഇങ്ങേ അറ്റത്തൊരു സ്റ്റാർട്ട് ബട്ടൺ വരുന്നുണ്ട്. ബാക്കി ഈ പോർഷനെല്ലാം എന്താണ്, മിഡിൽ പാർട്ട് എന്ന് അവർ പറയുന്നത്. ദെൻ ഈ റൈറ്റ് സൈഡിലെ കോർണറിനാണ് നോട്ടിഫിക്കേഷൻ ഏരിയ. എല്ലാം ഇവിടെ ഇത് കണ്ടതൊക്കെ മെസ്സേജസാണ്. ഇവിടെയൊക്കെ മെസ്സേജുകളാണ് വരുന്നത്. എന്തെങ്കിലുമൊക്കെ അലർട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വരും. ആൻഡ് അതാണ് 3 പാർട്ട് വരുന്നത്. പിന്നെ സ്റ്റാർട്ട് മെനുവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ടിലേക്ക് കയറി നമുക്ക് ഏത് ഫയലും ഫോൾഡറും കാര്യങ്ങളും ആപ്പും എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊന്നും ആവശ്യം ഒന്നും വേണ്ട, ഇട്ടേക്കുക. ആൻഡ് ടൈറ്റിൽ ബാർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു വിൻഡോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്ത് പറയാം, ഇതൊരു വിൻഡോ ആണ്. എന്തിൻ്റെ വിൻഡോ ആണ്, എക്സ്റ്റേണൽ ഇതിൻ്റെ വിൻഡോ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു വിൻഡോ ആണ് ഇതല്ലേ. ഇത് നമുക്ക് സൈസൊക്കെ കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതെന്താണ്, ഇതൊരു വിൻഡോ ആണ്. ഓക്കെ, അപ്പോൾ വിൻഡോയിൽ എന്തുണ്ടെന്ന് നോക്കുക. ഓക്കെ, ആ വിൻഡോയ്ക്ക് ഒരു ടൈറ്റിൽ ബാർ ആണ്. കാരണം വിൻഡോയിൽ ഏറ്റവും മണ്ടയ്ക്ക് വരുന്ന സ്ഥലം ടൈറ്റിൽ ബാറിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക. ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരും കാണും, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫയലിൻ്റെ പേരും കാണും. പിന്നെ അതിനെന്ത് കാണും, ക്ലോസ് ബട്ടൺ കാണും. ഇവിടെ ഒരു ക്ലോസ് ബട്ടൺ ഉണ്ട്. ദെൻ ചെറുതാക്കാനായിട്ട് മിനിമൈസ്, ദെൻ ഇതിനെ തിരിച്ച് ഫുള്ളാക്കാനായിട്ട് മാക്സിമൈസ്, ഇത് ഫുൾ സ്ക്രീനിൻ്റെ ഷോർട്ട് കട്ട് F11 ആണ്. F11 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനാണ്. F2 എന്ന് പറയുമ്പോഴത്തേക്ക് റീനെയിമാണ്. F5 എന്ന് പറയുമ്പോഴത്തേക്ക് റീഫ്രഷ് ആണ്. ദെൻ F1 എന്ന് പറയുമ്പോൾ ഹെൽപ്പാണ്. ബേസിക്കായിട്ട് ഇത്ര അറിഞ്ഞിരിക്കണേ. ഓക്കെ, അപ്പോൾ വിൻഡോയിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്തുണ്ട്, സ്ക്രോൾ ബാർ ഉണ്ട് നമ്മുടെ മൗസിനകത്ത്. 2 സ്ക്രോൾ ബാർ വരാറുണ്ട്. ഇത് ഒരു വിൻഡോയിൽ വരുന്ന കാര്യമാണ് പറയുന്നത്. വിൻഡോയിൽ എത്ര സ്ക്രോൾ ബാർ ഉണ്ട്, ഇവിടെ കണ്ടോ. ഇവിടെ എനിക്കിത് റൈറ്റ് സൈഡിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും. അവിടെ അപ്പോൾ ഇതെന്താണ്, ഞാനിത് അപ്പ് ആൻഡ് ഡൗൺ ആണ് ചെയ്യുന്നത് വെച്ചാൽ വെർട്ടിക്കലിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ. ദെൻ താഴെ എനിക്ക് എന്തുണ്ട്, താഴെ എനിക്കൊരു ഇതൊന്ന് ലെഫ്റ്റ് റൈറ്റ് മൂവ് ചെയ്യാനായിട്ട് ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ. അപ്പം എല്ലാത്തിനും എന്തുണ്ട്, 2 സ്ക്രോൾ ബാർ വരും. വെർട്ടിക്കൽ സ്ക്രോൾ ബാറും വരും, ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറും വരും, 2 എണ്ണം വരുവേ. ഓക്കെ, ദെൻ ഒരു മെനു ബാറിനകത്ത് ബേസിക്കായിട്ട് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, ഫയൽ മെനു, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ടിനകത്തില്ല. വേറെ എന്നാലും കോമൺ ആയിട്ടൊക്കെ വരുന്ന സാധനങ്ങളൊക്കെയാണ് പറയുന്നത്. ഹെൽപ്പ് പറയുന്നേ ഉള്ളൂ, പല വിൻഡോ അനുസരിച്ച് മാറും. നമ്മൾക്കിപ്പോൾ ഇങ്ങനെ പഠിക്കാനാണെങ്കിൽ നമുക്ക് ഏത് പഠിക്കാനുണ്ട്, നമുക്ക് വേർഡ് പഠിക്കാനുണ്ട്. മൈക്രോസോഫ്റ്റ് വേർഡ്, പവർ പോയിൻറ്റ്, എക്സലിനകത്ത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ഡയലോഗ് ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഞാനിതിപ്പോൾ എന്ത് ചെയ്ത് ഞാൻ ക്ലോസ് ചെയ്യുവാണേ, വന്നു, ഒരു കുഞ്ഞൊരു വിൻഡോ വന്നു. ഇതിനെയാണ് ഡയലോഗ് ബോക്സ് എന്ന് പറയുന്നത്. പെട്ടെന്നൊരു കുഞ്ഞ് വിൻഡോ വരുന്നത്, എന്ത് ചെയ്യണം, സേവ് ചെയ്യണോ, എന്തോ ക്യാൻസൽ ചെയ്താൽ മതിയോ. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ നടക്കുമ്പോൾ
എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു അലേർട്ട് വരുന്ന സാധനങ്ങൾ വേറെ എന്തപ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഒരു ടാസ്ക് ഇതുണ്ട്, ഇതൊരു പെട്ടെന്ന് ഒരു വേറെ സെപ്പറേറ്റ് ഒരു ഡയലോഗ് ബോക്സ് വരുന്ന ഒരു ചെറിയ, ഇത് വിൻഡോ ഒന്നുമല്ല, ഒരു ഡയലോഗ് ബോക്സ് ഇതൊരു കുഞ്ഞൊരു അത്യാവശ്യം എന്താണ് എന്തെന്ന് പറയാം, ഒരു കുഞ്ഞ് വിൻഡോ. ഓക്കെ, അതിനകത്ത് എന്തെങ്കിലും മെസ്സേജുകളായിരിക്കാം. ഓക്കെ, ഒരു എന്തെങ്കിലും മെസ്സേജ്, അലേർട്ട്, പോപ്പപ്പ്, അങ്ങനെ എന്തെങ്കിലും എസ് ഓർ നോ ബട്ടൺ, ക്യാൻസൽ ബട്ടൺ, ഇതൊക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നത്. പിന്നെ നമ്മുടെ മെയിൻ പ്രോഗ്രാംസ് നോട്ട് പാഡ് എല്ലാത്തിലും കാണും, വേർഡ് പാഡ് ഒരുവിധം എല്ലാത്തിലും കാണും. പിന്നെ പെയിൻറ്റും കാണും, കാൽക്കുലേറ്റർ, മീഡിയ പ്ലെയർ, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. ദെൻ ഫയൽസ്, ഇത് നമുക്ക് പഠിക്കണം. എന്താ പഠിക്കാനുള്ളത്? എക്സ്റ്റൻഷൻസ്. ഇതിനെ നമ്മൾ ഡോട്ട് ഇട്ടിട്ട് പറയുന്ന സാധനങ്ങളെ നമ്മൾ ഫയൽ എക്സ്റ്റൻഷൻസ് എന്ന് പറയും. DOC എന്ന് പറയുന്ന എന്താണ്, ഒരു ഡോക്യുമെൻറ്റ് ഫയലാണ്. ഓക്കെ, ഡോക്യുമെൻറ്റ് ഫയലാണ്. ആൻഡ് ഡോക്ക്, പിന്നെ ഇപ്പോൾ ഉള്ള സാധനമാണ് ഡോക്ക് എക്സ്. ഓക്കെ, ഡോക്കിൻ്റെ എക്സ്റ്റെൻഡ് ഫുൾ ഫോം ഉണ്ടായിരുന്നു, എക്സ്റ്റെൻഡഡ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എക്സ്റ്റെൻഡഡ് ആണോ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഡോക്ക് എക്സ് ഫുൾ ഫോം XML വേറെ. XML ആണ്. എക്സ് എന്ന് പറയുമ്പോൾ XML വരും. ഓക്കെ, ഡോക്ക് എക്സ് വരും. ഓക്കെ, കാരണം ഇപ്പോൾ എല്ലാം ഈ ഒരു XML ഫോർമാറ്റിലാണ് വരുന്നത് സേവ് ചെയ്യുന്നതൊക്കെ. ഈവൻ നമ്മുടെ എക്സൽ ഫയലുകളുണ്ടല്ലോ, MS എക്സലിൻ്റെ നോർമലി എക്സൽ ഫയലിൻ്റെ ഫോർമാറ്റ് .XLS ആണ്. പിന്നെ ഇപ്പം എല്ലാവരും ഇപ്പോൾ എന്തിലാണ് കൊടുക്കുന്നത്, XLSX ഇടും, കാരണം XML ഫയലായിട്ട് മാറി. അപ്പോൾ പിന്നെ എന്താണ്, അപ്പോൾ ഇത് ഡോക്യുമെൻറ്റ് ഫയൽ. RTF എന്ന് പറയുമ്പോൾ വേർഡ് പാഡ് ഇല്ല, ഞാൻ പറയും നോട്ട് പാഡ്, വേർഡ് പാഡ്, പല സാധനമുണ്ട്. വേർഡ് പാഡ് എന്ന് പറയുമ്പോഴത്തേക്ക് മൈക്രോസോഫ്റ്റ് വേർഡിന് മുമ്പ് വന്നിരുന്നൊരു സംഭവമാണ്. ഇതിനകത്തുണ്ടോ എന്നുള്ള എനിക്കറിയത്തില്ല, അത്രയും ഫീച്ചേഴ്സ് ഒന്നുമില്ല. നോട്ട് പാഡ് ഞാൻ പറയില്ല, നോട്ട് പാഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, എന്താണ് ജസ്റ്റ് ഒരു കുന്തുമില്ല, ബോൾഡ്, ഇറ്റാലിക്ക് അങ്ങനെയുള്ള ഒരു കാര്യമില്ല, ജസ്റ്റ് എന്തെങ്കിലും പെട്ടെന്നൊന്ന് ടൈപ്പ് ചെയ്ത് വെക്കാനുള്ള പരിപാടി മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ബേസിക്, ഭയങ്കര ബേസിക്കുകൾ, അൾട്രാ ബേസിക്. പിന്നെ അതിൻ്റെ കഴിഞ്ഞിട്ട് വരുന്ന സാധനം വരുന്നത് എന്താ, വേർഡ് പാഡ്. ഇതിനകത്തുണ്ടോ? ഉണ്ട്. വേർഡ് പാഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉണ്ട്. എന്തുണ്ട്? ഇച്ചിരി ബോൾഡ്, ഇറ്റാലിക്ക്, അങ്ങനെ ഒരു മറ്റേത് വെച്ച് നോക്കുമ്പോൾ പെയിൻ്റൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വിൻഡോസിൻ്റെ തന്നെ സ്വന്തം സാധനമാണ്. വിൻഡോസിൻ്റെ പെയിൻറ്റിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, അവരുടെ സ്വന്തം സാധനം. ഇങ്ങനെ എന്താണ്, മറ്റേ ആപ്പിളിൻ്റെ ഐഫോണിന് മറ്റേ ആപ്പിളിൻ്റെ ഹെഡ്സെറ്റായിട്ട് കണക്ട് ചെയ്യുന്നതൊക്കെ പോലെ ഇതൊരു സെയിം ഒരു എക്കോസിസ്റ്റത്തിൽ വരുന്നതാണ്. വിൻഡോസിൻ്റെ തന്നെ സാധനമാണ് വേർഡ് പാഡ്. ആൻഡ് നമ്മുടെ പെയിൻറ്റിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പഴയൊരു മറ്റേനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വെർഷൻ, നോട്ട് പാഡിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വെർഷൻ. ആൻഡ് പിന്നെ വരുന്ന സാധനം വരുന്നത് എന്ത്, നമ്മുടെ MS വേർഡ്. അതിനകത്ത് നല്ല ലാവിഷായിട്ട് എന്തുണ്ട്, എല്ലാം ഉണ്ട്. MS വേർഡൊക്കെ പോയി, മൈക്രോസോഫ്റ്റ് വേർഡ് അത് നല്ല എല്ലാ ഫീച്ചേഴ്സും സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഫെസിലിറ്റിയൊക്കെ ആയിട്ട്. ഇതൊരു ഡയലോഗ് ബോക്സ് ആണ്. ക്ലോസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അത്രയൊക്കെ ഉള്ളൂ. ആൻഡ് ശരി, അപ്പോൾ അതങ്ങനെ. അപ്പോൾ വേർഡ് പാഡ് ഡോക്യുമെൻറ്റിൻ്റെ എക്സ്റ്റൻഷനാണ് RTF, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം പഠിക്കുക, റിച്ച് ടെക്സ്റ്റ് ഫയൽ. പിന്നെ നോട്ട് പാഡിൻ്റെ എക്സ്റ്റൻഷൻ .txt. ഒരു ഇമെയിൽ ഫയലാണെങ്കിൽ EML. എക്സിക്യൂട്ടബിൾ ഫയൽ EXE, കോമൺ ക്വസ്റ്റ്യൻ ആണ്. ദെൻ എക്സലിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. HTML എന്ന് പറയുമ്പോൾ വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ്. HTML ലാംഗ്വേജ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ .htm കൊടുക്കാം, HTML കൊടുക്കാം, ആസ് യു വിഷ്. ആൻഡ് പവർ പോയിൻറ്റിൻ്റെ നോർമലി അതിൻ്റെ എക്സ്റ്റൻഷൻ PPT ആണ്. ഇപ്പോൾ എന്താണ്, PPTX ഒക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. XML ആയി. വേറെയൊക്കെ ഉണ്ട് കേട്ടോ, എനിക്കാണ് PPTM ഒക്കെ വരുന്നുണ്ട്. എനിക്കത് മറ്റേതിനകത്ത് വരുമ്പോൾ അത് പറയാം, ഞാനത് മറന്നുപോയി. അത് കുറേ ഏതൊക്കെയോ എക്സ്ട്രാ എക്സ്റ്റൻഷൻസ് ഒക്കെ ഉണ്ട്. മാക്രോ ഒക്കെ വരും, മാക്രോസ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന സംഭവങ്ങൾ വരുമ്പോൾ വേറെ എന്തോ എക്സ്റ്റൻഷൻസ് ഒക്കെ വരുന്നുണ്ട്.
ആൻഡ് പിന്നെന്താണ് സിപ്പ് ഫയൽ. സിപ്പ് ഫയൽ എന്ന് പറയുമ്പോൾ ഫുൾ ഫോം പഠിച്ച് വയ്ക്കുക. സിപ്പ് ഫയൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു കംപ്രഷൻ നമ്മൾ പറയും. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ കംപ്രഷൻ ടൂൾസ് പഠിച്ചല്ലേ. എന്താണ് നമ്മൾ സോഫ്റ്റ്വെയർ പഠിച്ച സമയത്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് വരുന്നതായിരുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറും ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററും. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിനകത്ത് വരുന്ന ഒരെണ്ണമാണ് എന്ത്, കംപ്രഷൻ ടൂൾസ്. ഈ കംപ്രഷൻ ടൂൾസിനകത്ത് വരുന്ന കംപ്രസ് ചെയ്യുന്ന വെച്ചാൽ സൈസ് കുറയ്ക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന അല്ലെങ്കിൽ കംപ്രഷന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 2 സോഫ്റ്റ്വെയറുകളാണ് വിൻസിപ്പ്, അതുപോലെ തന്നെ WinRAR. അപ്പം അതിൽ നിന്ന് എന്താണ്, സിപ്പ് ഫയലും റാർ ഫയലും. സിപ്പ് ഫയലും റാർ ഫയലും എന്താണ്, കംപ്രസ്ഡ് ഫയലുകളാണ്. അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ഫയൽ കിട്ടും. അപ്പോൾ സിപ്പിൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് സോൺ ഇൻഫർമേഷൻ പ്രോട്ടോക്കോൾ. ഓക്കെ, ഇത് രണ്ടും എന്താണ്, പെയ്ഡ് സാധനങ്ങളാണ്, വിൻസിപ്പും വിൻറാറും. പക്ഷേ ഇപ്പം എന്താണ്, വേറെ 7-സിപ്പ് എന്ന് പറയുന്ന ഫ്രീ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്, സിപ്പിംഗ് ടൂൾസൊക്കെ ഉണ്ട്. ഇതിനെ ഭയങ്കര മെനക്കെടുത്തായിരുന്നു വിൻസിപ്പ് അവന്മാരുടെ ഡ്യൂറേഷൻ കഴിഞ്ഞ് ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല. ഇതാകുമ്പോൾ പിന്നെ വേറൊരു പ്രശ്നമില്ല, കുറച്ചുകൂടെ ഫീച്ചേഴ്സും ഉണ്ട്. 7-സിപ്പൊക്കെ ആകുമ്പോൾ ഓപ്പൺ സോഴ്സാണ്. അപ്പോൾ വിൻസിപ്പും സിപ്പ് ഫയലും റാർ ഫയലും എന്താണ്, കംപ്രഷൻ ടൂൾസാണ്. കംപ്രസ്ഡ് ടൂളിനകത്ത് എവിടെയെങ്കിലും ഒരെണ്ണം അതാണ്ട് കിടക്കുന്നു. ഇതെല്ലാം എന്താണ്, സിപ്പ് ഫയലാണ്. റൈറ്റ് ക്ലിക്ക് പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ എന്താണ് വേണ്ട, കംപ്രസ്ഡ് സിപ്പ് ഡോട്ട് സിപ്പാണ്. സിപ്പിനെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഏതെങ്കിലും ഒരു കംപ്രഷൻ ടൂൾ വെച്ചിട്ട്, ഇപ്പോൾ എൻ്റെ കയ്യിൽ 7-സിപ്പ് ഉണ്ട്, മറ്റേത് പോയെന്ന് തോന്നുന്നു. അപ്പോൾ 7-സിപ്പ് വെച്ചിട്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫയൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് സിപ്പ് ഫയലായി. ദെൻ എക്സിക്യൂട്ടബിൾ ഫയൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫോണിനകത്തെ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ഫോണിനകത്തുള്ള ആപ്ലിക്കേഷൻസിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .apk ആണ്. എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്പ്, ഇപ്പോൾ എന്താണ് വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും ഡൗൺലോഡ് ആവുന്നത്, വാട്സപ്പിൻ്റെ APK ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. .apk. ഇല്ലെങ്കിൽ നമുക്ക് അല്ലാണ്ട് പോയിട്ട് എന്ത് ചെയ്യാം, നെറ്റിൽ നിന്ന് നമുക്കെല്ലാം ഡൗൺലോഡ് ചെയ്യുന്ന ഒറിജിനൽ സൈറ്റിൽ നിന്ന്, ഒതൻറ്റിക്കേറ്റഡ് സൈറ്റുകളിൽ നിന്ന് നമുക്ക് അതിൻ്റെ APK ഫയൽസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ വാട്സപ്പിൻ്റെ എനിക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വാട്സപ്പ് .apk എന്നങ്ങണ്ട് അതിൻ്റെ പേര്. APK ഫയൽ എന്തായാലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫോണിനകത്തുള്ള ഫയലുകൾ, ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫയൽ, ഇൻസ്റ്റാളേഷൻ ഫയൽ. അതുപോലെ കമ്പ്യൂട്ടറിനകത്ത് ഒരു സോഫ്റ്റ്വെയർ, ഇപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് എനിക്കൊരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്തത്, അതിൻ്റെ exe ഫയൽ. എനിക്കിപ്പോൾ ഒരു ഗെയിം എന്താണ്, GTA എന്ന് പറയുന്നൊരു ഗെയിം എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ GTA.exe അല്ലെങ്കിൽ അവരുടെ എക്സിക്യൂട്ടബിൾ ഫയൽ എന്ത് ചെയ്താൽ മതി, ഞാൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ സാധനം ഞാൻ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അങ്ങനെ എക്സിക്യൂട്ടബിൾ ഫയൽ. പിന്നെ ഫോൾഡറുകൾ അറിയാമല്ലോ, ഫോൾഡറിനകത്ത് ലിമിറ്റ് ഒന്നുമില്ല, എത്ര വേണമെങ്കിലും നമുക്കതിനകത്ത് ഉണ്ടാക്കി ഒരു ഫോൾഡറിനകത്ത് വീണ്ടും ഫോൾഡർ അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഫോൾഡർ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വിൻഡോസ് ലൈബ്രറിയാണ് നമ്മൾ നേരത്തെ, അതിപ്പം ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. ഇത് കമ്പ്യൂട്ടർ തന്നെ നമ്മുടെ മൊത്തം ഡേറ്റാസിനെ അവരൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുന്നതാണ്. മീൻസ് ഇപ്പോൾ എവിടെ ഉണ്ടായിരുന്ന ലൈബ്രറി ഇവിടെ ഇല്ല, PCയിലായിരുന്നോ, അതാ അടക്കുന്നു. ഇത് തന്നെ ഡോക്യുമെൻറ്റ്സ്, ഡൗൺലോഡ്സ്, മ്യൂസിക്, പിക്ചേഴ്സ്, വീഡിയോസ് എന്നൊക്കെ പറയും. ഇത് അവരുടെ വിൻഡോസ് തന്നെ നമ്മളുണ്ടാക്കുന്നില്ല, ഇത് അവരുടെ ഒരു ഫോൾഡറാണ്, അവർ പ്രൊവൈഡ് ചെയ്യുന്നൊരു ലൈബ്രറി ഫീച്ചറാണ്. അതിനകത്ത് എല്ലാം കൂടെ ഓർഗനൈസ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, എന്തൊക്കെയുണ്ട്, ഡോക്യുമെൻറ്റ്, പിക്ചേഴ്സ്, മ്യൂസിക്, വീഡിയോ. ദെൻ വേറെ വിൻഡോസ് എക്സ്പ്ലോറർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മൊബൈലിലേക്ക് ഫയൽ മാനേജർ പോലെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് വിൻഡോസ് എക്സ്പ്ലോററാണ്. പക്ഷേ ഇപ്പോൾ അത് പഴയതാണ്, എന്തായാലും പഠിച്ചു വെച്ചേരെ. വിൻഡോസിൻ്റെ ഫയൽ മാനേജർ. ക്ലിപ്പ് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഹാലോ എന്ന് എഴുതി, ഹാലോനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്ത് കോപ്പി ചെയ്ത്, അപ്പോൾ കോപ്പി ചെയ്യുന്ന സാധനം ഇത് എവിടെയെങ്കിലും പോയി സേവ് ആയാലല്ലേ നമുക്ക് രണ്ടാമത് അതിനെ പേസ്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എവിടെയാണ് സേവ് ആവുന്നത്,
ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് അത് സേവ് ആവുന്നത്. ഓക്കെ, നമ്മുടെ ഫോണിനകത്ത് മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ അവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിപ്പ് ബോർഡ് എന്ന ഓപ്ഷൻ വരും. അതിനകത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അറിയാം നമ്മുടെ മുമ്പ് കോപ്പി ചെയ്ത എല്ലാ മെസ്സേജുകളും എടുത്ത് സ്ക്രീൻഷോട്ട് സഹിതം അതിനകത്ത് കാണും. ഒരു ടെമ്പററി സ്റ്റോറേജ് ഏരിയ ആണത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കട്ടഡ് അവനെ അടിക്കേണ്ട അവനെ കട്ടിന് എന്താണ് കട്ടിൻ്റെ V1 V2 V3 എത്രയാണ്? കട്ടിന് കട്ട് തന്നെയാണ്. അത് കട്ടിടുന്നതിന് വാക്കുണ്ടോ? കൺഫ്യൂഷനായി. കട്ട് V1 V2 V3 ഇല്ല, കട്ടിന് കട്ട് തന്നെയാണ്. അമ്മമാരെ മിസ്റ്റേക്കാണ്. കട്ടടൊന്നും പറഞ്ഞൊരു വാക്കൊന്നുമില്ലേ. കട്ടിന് കട്ട് V1ഉം V2ഉം V3യും കട്ട് തന്നെയാണ്. അപ്പോൾ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്ന ഡേറ്റാസിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ക്ലിപ്പ് ബോർഡിനകത്തായിരിക്കും. ദെൻ കുറച്ച് ഷോർട്ട് കട്ട് നോക്കി വയ്ക്കുക. ഓക്കെ, നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സെൻറ്റൻസ് അല്ല വേർഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ നോർമലി ബൈ ഡിഫോൾട്ട് നാട്ടുകാരെല്ലാം ഉപയോഗിക്കുന്നത് എന്താണ്? ബാക്ക് സ്പേസ് ആണ്. കാരണം എന്തുകൊണ്ടായിരിക്കും? കാരണം ഡിലീറ്റ് നമുക്ക് കീബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് സ്പേസ് കീയും ഉണ്ട്, ഡിലീറ്റ് എന്നും പറഞ്ഞൊരു കീയും ഉണ്ട്. പക്ഷേ എല്ലാവരും ഇതേ ഉപയോഗിക്കത്തുള്ളൂ, ഈ സാധനം ഉപയോഗിക്കത്തില്ല. കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലും എന്താവത്തില്ല? ഡിലീറ്റ് ആവത്തില്ല. വൈ ഈസ് ദാറ്റ് സോ? ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഹലോ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനകത്ത് ഡിലീറ്റ് കീ ഉണ്ടോ? ഇതിനകത്ത് ഡിലീറ്റ് കീ ഇല്ല, പിന്നെ ഞാൻ എടുത്തിട്ടും കാര്യമൊന്നുമില്ല. ഇല്ല, പാടെ ഞാൻ അല്ലാണ്ട് പറയാം. അപ്പം ഞാൻ എന്താണ് ഇവിടെ ഞാൻ ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ ഡിലീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത ഡിലീറ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ എന്താവുന്നില്ല? അതൊന്നും നടക്കുന്നില്ല. ഇതുകൊണ്ടാണ് ആരും ഉപയോഗിക്കാത്തത് ഡിലീറ്റ് കീ. കാരണം ഡിലീറ്റ് കീ കുത്തിയിട്ടും പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. പിന്നെന്തിനാ അത് വെച്ചേക്കുന്നത്? എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാക്ക് സ്പേസ് കീ കൊടുത്തപ്പോഴത്തേക്ക് എന്ത് പറ്റി? ലെഫ്റ്റ് സൈഡിലുള്ള ലെറ്റേഴ്സാണ് ഡിലീറ്റ് ആവുന്നത്. പക്ഷേ ഡിലീറ്റ് കീ ഉപയോഗിക്കാനുള്ളത് ഞാനിപ്പം കർസറിൻ്റെ മാറ്റി എച്ചിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കർസർ കൊണ്ടുവച്ചേ. എന്നിട്ട് ഇനി ഞാൻ ബാക്ക് സ്പേസ് കൊടുത്താൽ കാര്യമില്ല. കാരണം എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇനി ലെറ്ററൊന്നുമില്ല, പക്ഷേ റൈറ്റ് സൈഡിൽ ലെറ്റർ ഉണ്ട്. റൈറ്റ് സൈഡിലെ ലെറ്റേഴ്സ് ഡിലീറ്റ് ചെയ്യാനാണ് ഡിലീറ്റ് കീ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ പ്യുവർ ഡിഫറൻസ്. എക്സാം ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അപ്പോൾ ഡിലീറ്റ് കീ ഉപയോഗിക്കുന്നത് റൈറ്റ് സൈഡിലുള്ള ഡിലീറ്റ് ചെയ്യാനും, ബാക്ക് സ്പേസ് ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ഡിലീറ്റ് ചെയ്യാനും. Ctrl+A എന്ന് പറയുന്നത് സെലക്ട് ആളാണ്, എല്ലാവരും പറയുന്നത് കൺട്രോൾ ഇതൊക്കെയാണ്. ദെൻ F3 എന്ന് പറയുമ്പോൾ അപ്പോൾ F3യും കൂടെ കിട്ടിയില്ല. ഞാൻ നേരത്തെ ഏതൊക്കെയാണ് പറഞ്ഞത്? F1 എന്ന് പറയുന്നത് ഹെൽപ്പ് ഞാൻ പറഞ്ഞു. F2 എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് എല്ലാത്തിലും ഇതൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. F2 എന്ന് പറയുമ്പോഴത്തേക്ക് റീനെയിം പറഞ്ഞു. റീനെയിം എന്ന് പറയുമ്പോഴത്തേക്ക് പേര് മാറ്റാനൊക്കെ, ഇപ്പോൾ ഒരു ഫയലിൻ്റെയൊക്കെ പേര് മാറ്റാൻ ആ ഫയൽ സെലക്ട് ചെയ്തിട്ട് F2 അടിച്ചാൽ മതി. F3 എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്ത് കിട്ടി നമുക്ക്? സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടി. F3 എന്ന് പറയുമ്പോൾ സെർച്ച് ചെയ്യുക. ആൻഡ് ഇതിലിപ്പോൾ ഓൾട്ട് എൻ്റർ ഞാൻ ഇപ്പം കൺഫ്യൂഷൻ ആവണ്ട, വേറെ എവിടെന്നെങ്കിലും ഇനി ഒന്നുകൂടെ ഒന്ന് കാണുന്നെങ്കിൽ ഓർത്ത് പഠിച്ചാൽ മതി. ഇനി ഇത് പഠിക്കുക. Alt F4 യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ക്ലോസ് ചെയ്യാനാണ്. ഇപ്പം ഞാനിതെന്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തു. ഞാനിപ്പോൾ Alt F4 അടിച്ചാൽ ക്ലോസ്, നേരത്തെ നമ്മൾ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വന്നില്ലേ? ഒന്നുമില്ല, ക്ലോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് Alt F4. പിന്നെന്താണ്? F2 റീനെയിമാണ്. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് Ctrl Alt Delete. ഓക്കെ, Ctrl Alt Delete പഠിച്ചു വയ്ക്കുക, ആവശ്യമുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ടാസ്ക് മാനേജർ ഉണ്ട്. ടാസ്ക് മാനേജർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് വരുന്നുണ്ട്. അതായത് ഇവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ആക്റ്റീവായി നിൽക്കുന്ന സോഫ്റ്റ്വെയറും പ്രോസസ്സ് എന്തൊക്കെയാണ്? റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ആക്റ്റീവാണ്. ഏത് PDF റീഡർ അങ്ങനെ ആക്റ്റീവായത്? വേണ്ട, നേരത്തെയൊക്കെ ഓപ്പണായി വെച്ച സാധനമാണ്, ക്ലോസ് ആയിട്ടൊന്നുമില്ല. CPU ഉപയോഗിക്കുന്നില്ലെങ്കിലും മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, നേരത്തെ അത് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്തില്ല. ഇത് നമ്മുടെ ഫോണിനകത്ത് നമ്മുടെ ഹോം എല്ലാം കൂടെ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതാണ് സിറ്റുവേഷൻ. CPU ഉപയോഗിക്കുന്നില്ല, പക്ഷേ മെമ്മറി 84 MB പോയി. അവന്മാരിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോയി. പിന്നെ വിൻഡോസ് എക്സ്പ്ലോറർ താണ്ട നമ്മുടെ ഈ ഒരു സാധനത്തിന് വിൻഡോസ് എക്സ്പ്ലോറർ എന്ന് വെച്ചാൽ വിൻഡോസിൻ്റെ ഫയൽ മാനേജർ. പിന്നെ നമ്മുടെ വേറെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്ന ടാസ്ക് മാനേജറിനകത്താണ്. ടാസ്ക് മാനേജറിൻ്റെ ഷോർട്ട് കട്ട് ഉണ്ട്, Ctrl Shift Escape. നോക്കട്ടെ,
കൺട്രോൾ ഷിഫ്റ്റ് കറക്റ്റാണ്, തെറ്റിയില്ല. കൺട്രോൾ ഷിഫ്റ്റ് എസ്കേപ്പ്, കൺട്രോൾ ഷിഫ്റ്റ് എസ്കേപ്പ്, ESC എസ്കേപ്പ് ബട്ടൺ, അതാണ് ടാസ്ക് മാനേജർ വേണം. പിന്നെ എന്താണ്, കൺട്രോൾ എസ്കേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, സ്റ്റാർട്ട് മെനു കിട്ടും. സ്റ്റാർട്ട് മെനു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളവിടുത്തെ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഏതാണോ മെനു, മീൻസ് അവിടെ പോകും. ഇവിടെ ഏതാണ് സ്റ്റാർട്ട് മെനു എല്ലാം കൂടെ ഒക്കെ വരുന്ന, ഇവിടെ ഇതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് മെനു കിട്ടും. ഇതിന് കളയാൻ എന്ത് ചെയ്യും ഇപ്പോൾ. ഓക്കെ, അപ്പോൾ കൺട്രോൾ എസ്കേപ്പ് ഇത് നമുക്ക് ആവശ്യമുണ്ട്. F5 ആവശ്യമുണ്ട്. എസ്കേപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ടാസ്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പല സ്ഥലത്തും ഇത് വർക്ക് ആവാറില്ല, എന്നാലും പഠിച്ച് വയ്ക്കുക. ഓക്കെ, പിന്നെ വിൻഡോസ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു കീബോർഡിനകത്തെ ഇതുപോലൊരു ബട്ടണുണ്ട്, വിൻഡോസിൻ്റെ ഒരു ബട്ടണുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പോലെയാണ് സ്റ്റാർട്ട് മെനു വന്നു പോയി. പിന്നെ ഇത് പഠിക്കണം. ഇതിൻ്റെ ഒരു സെറ്റ് ഒന്ന് തപ്പും, അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തന്നെ. ഞാൻ എൻ്റെ ഉണ്ട്, എനിക്ക് കിടപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വയ്യ. വിൻഡോസിൻ്റെ ഷോർട്ട് കട്ടുകളുണ്ട്, Windows+D, Windows+L, വിൻഡോ കീബോർഡിനകത്തുള്ള എല്ലാം ഇല്ല, പക്ഷേ അതിനകത്ത് ഏതൊക്കെയോ നമുക്ക് എക്സാമിന് വരുന്നതുണ്ട്. Windows+D എന്ന് പറയുമ്പോൾ ഡെസ്ക് ടോപ്പ് ഡിസ്പ്ലേ ചെയ്യാൻ എന്ന് വെച്ചാൽ Windows+D, ഇതാ ഡെസ്ക് ടോപ്പ് കിട്ടി. ഇത് പോകാൻ വഴിയൊന്നുമില്ലല്ലേ. ഇത് കീബോർഡ് ലോക്ക് ചെയ്യാൻ വേണ്ടി Windows+L, കാരണം ഇത് ഞാൻ കൊടുക്കുന്നില്ല, തിരിച്ച് അൺലോക്ക് ചെയ്യാൻ എനിക്കറിയത്തില്ല. പിന്നെ ഇത് കൺട്രോൾ+റൈറ്റ് ആരോ എന്ന് പറയുമ്പം നമുക്ക് ആരോ മാർക്ക്, എത്ര ആരോ മാർക്ക് ഉണ്ട്, 4 ആരോ മാർക്ക് ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ. ഓക്കെ, അതിൽ ആരോ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, അടുത്ത ലെറ്ററിലോട്ട് ഇത് മൂവ് ചെയ്യും. പക്ഷേ കൺട്രോൾ+റൈറ്റ് ആരോ കൊടുത്ത് അടുത്ത വേർഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലെഫ്റ്റ് ആരോ കൊടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ് വേർഡിലോട്ട് പോകും. ഇത്രയൊക്കെ നോക്കുക, ബാക്കി യൂസ് ചെയ്യുന്ന എടുക്കുക. പിന്നെ വിൻഡോസിൻ്റെ ഷോർട്ട് കട്ടുകളൊന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ബാക്കി ക്വസ്റ്റ്യനിൽ നിന്നൊക്കെ പൊക്കട്ടോ, ക്വസ്റ്റ്യനിൽ നിന്ന് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് പഠിച്ചെടുക്കുക. ഓക്കെ,